മന്ത്രിയെയും തന്ത്രിയെയും പ്രതിസന്ധിയിലാക്കി പത്മകുമാറിന്റെ മൊഴി. തനിക്ക് മുൻപ് പോറ്റിയെ തന്ത്രിയും മന്ത്രിയുമായി പരിചയമെന്ന് പത്മകുമാർ. കടകംപള്ളി സുരേന്ദ്രനുമായി നേരത്തെ പരിചയമുണ്ടെന്ന് പോറ്റി തന്നോട് പറഞ്ഞെന്ന് പത്മകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തിയത് തന്ത്രിയുടെ പരിചയത്തിലെന്നും പത്മകുമാർ SITയോട്. അനന്തകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഗുഡ് മോർണിംഗ്. ആകെ കുടുക്കിലായിരിക്കുകയാണ് പത്മകുമാറിന്റെ മൊഴിയിൽ. ഈ തന്ത്രിക്കും മന്ത്രിക്കുമൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ളതാണെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അറിയുന്നത് തന്ത്രിക്കാണെന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഈ ദൈവതുല്യരായവരെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് വിശദ വിവരങ്ങൾ അനന്തൻ? ഗുഡ് മോർണിംഗ്. ഇതിനകത്ത് കുടുക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പത്മകുമാർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ള നടന്നതായി ഇപ്പോഴും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. SITക്ക് മുന്നിൽ പത്മകുമാർ എടുത്തിരിക്കുന്ന നിലപാട് അവിടെ നടന്നത് ശബരിമലയെ പുനരുദ്ധരിക്കാനുള്ള നടപടികൾ ആണ്. അത് എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ളതാണ്. അതായത് സ്വർണം തട്ടിയെടുക്കാനല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഈ ഉരുപ്പടികൾ കൊടുത്തുവിട്ടത്. അത് നേരത്തെ പുറത്തൊക്കെ വന്നതുപോലെ അതിന് ചില കാലപ്പഴക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് മിനുക്കാനും ഒപ്പം തന്നെ പിന്നീട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഒക്കെയാണ് ദ്വാരപാലക പാളികളും മറ്റ് കട്ടളപ്പാളിയും വാതിലുമൊക്കെ കൊണ്ടുപോയത് എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോഴും SITക്ക് മുന്നിൽ പത്മകുമാർ എടുക്കുന്നത്. ആ തീരുമാനം എടുത്തത് എല്ലാവരും കൂടി ചേർന്നെന്നുള്ളതാണ്. അതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിൻ്റെ മൊഴിയാണ് ഏറ്റവും നിർണായകം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ പരിചയപ്പെടുന്നത് നേരിട്ടല്ല. താൻ പരിചയപ്പെടുന്നത് അയാൾ അതിനു മുൻപേ ശബരിമലയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി കുടുംബത്തിൻ്റെ ആളായിട്ടാണ് ശബരിമലയിൽ വാണിരുന്നത്. അതിനൊപ്പം നേരത്തെ ഈ താൻ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയമുണ്ടായിരുന്നു. അത് മുൻപേ തന്നെയുള്ള പരിചയമായിരുന്നു എന്നാണ് പലപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അതായത് തന്ത്രിയുടെയും മന്ത്രിയുടെയും പരിചയക്കാരനായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉള്ളത്. അതിനുശേഷമാണ് താൻ പരിചയപ്പെടുന്നത് എന്നുള്ളതാണ്. അതേസമയം ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന കാര്യം ഇപ്പോഴും പത്മകുമാർ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ തന്ത്രിയോ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനോ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക താല്പര്യം എടുത്തതായി പത്മകുമാറിൻ്റെ മൊഴിയിൽ അത്തരം പരാമർശമുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. പക്ഷേ പത്മകുമാർ പറയുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണ്. അതല്ലാതെ താൻ മാത്രമായിട്ടല്ല ഈ ഉരുപ്പടികൾ കൊടുത്തുവിടാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ്. അതിൽ ദേവസ്വം ബോർഡിനും തന്ത്രിക്കും ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ അറിയാമെന്ന മട്ടിലാണ് ഈ തീരുമാനങ്ങൾ അറിയാമെന്ന മട്ടിലാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതിൽ കൂടുതൽ വ്യക്തത അന്വേഷണ സംഘത്തിന് വരുത്തേണ്ടതുണ്ട്. കാരണം അനന്തൻ, ഞാൻ അനന്തനിലേക്ക് വരാം.